ഹലോ എവരിബഡി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഏർലി മോർണിംഗ് 5:30 ആയി. രാത്രി കണ്ടിന്യൂസ് ഡ്രൈവായിരുന്നു, നമ്മളത് വീഡിയോ എടുത്തില്ല, ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കാശ്മീർ ശ്രീനഗർ റൂട്ടിലാണ് ഉള്ളത്. അത്യാവശ്യം റോഡിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്തോറും ആ ഭംഗി നന്നായിട്ട് വന്നു തുടങ്ങി. ആ മൗണ്ടൻസിലെല്ലാം പല സ്ഥലങ്ങളിലും മഞ്ഞ് കണ്ടു തുടങ്ങി. നമ്മുടെ റോഡിൻ്റെ എൻറ്റയർലി ആ സൈഡിൽ കാണുന്ന എല്ലാ വശങ്ങളുടെയും ഒരു രൂപഭംഗി തന്നെ മാറി തുടങ്ങി. നമ്മളതെല്ലാം കണ്ട് ചെറിയൊരു ഉറക്കച്ചടവുണ്ട് മറ്റുള്ളവർക്കെല്ലാം. നമ്മൾ മാറി മാറി ഉറങ്ങി. ഒരു 2 പേര് എഴുന്നേറ്റിരിക്കും, ബാക്കി ആൾക്കാർ ഉറങ്ങി. അങ്ങനെ മാറിയായിരുന്നു നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ടണലിൻ്റെ അകത്ത് കയറി ഇറങ്ങുമ്പോൾ കാണുന്നൊരു സീൻ, അന്യായ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ. അതായത് ടണലിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് ഇത്ര ഒന്നും മഞ്ഞുണ്ടായിരുന്നില്ല. ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി സംഗതി വകുപ്പ് മാറി, അടിപൊളി ഒരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി നിർത്താൻ തീരുമാനിച്ചു. അനന്താങ് ഡോരു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്. ആ ഒരു ടണൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. മിലിറ്ററിയുടെ എല്ലാം ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. നമുക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ നിർത്തി, നമ്മൾ ഈ മഞ്ഞ് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ നിർത്തി എല്ലാവരും മഞ്ഞിൽ കളിക്കുകയും കുറേ വീഡിയോസൊക്കെ എടുക്കുകയും, നമ്മൾ മാത്രമല്ല പല ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇത്രയും അടുത്ത് നമ്മളിപ്പോൾ മണാലി കവർ ചെയ്തെങ്കിലും ഇങ്ങനെ നമുക്ക് മഞ്ഞ് കാണാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ച ക്യാമറയിൽ അത് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മഞ്ഞ് ചെറുതായിട്ട് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. വന്നപ്പോൾ കാണുന്ന ഒരു വിഷ്വലാണിത്. ഫുൾ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. നമുക്കിനി ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടി ഡ്രൈവ് ഉണ്ട്. എല്ലാവരും ഈ മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇത് തന്നെയായിരുന്നു മെയിൻ പരിപാടി. കാരണം അത്ര ഒരു ഭംഗിയാണ്. നമുക്കിത് ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമുക്കിത് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു. എന്തായാലും They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing, won't bother hiding my bruises. And when they finally think you're wounded, then it's your chance to be ruthless. Make some progress, I can see that they compare. I think everyone's against me, maybe something in the air. Am I paranoid? I swear a void is forming and they're scared. I walk a straight path, not many can say that. I like to play fast, cross me and there's payback. You better pray that I don't see your face at any place that I go. I know you hate that. I've been doing fine, I'm not wasting any more time. I live for the fight and the climb, and I think that the pain that's deep inside is what defines. So I won't give up, I'm gonna make it to the top. I don't care what's in my way, I swear I'm never gonna stop. I could fall flat on my face and I swear I will get back up. Cause I don't deserve a thing and the road ahead is tough. They'll try to kick you while you're down, they wanna rise up while you drown. They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing, won't bother hiding my bruises. And when they finally think you're wounded, then it's your chance to be ruthless. എൻ്റെ തൊട്ട് പുറകേക്കാണ് റെയിൽവേ ട്രാക്കാണ്. റെയിൽവേ ട്രാക്ക് കണ്ടാൽ നമുക്കൊന്ന് നിർത്തി നോക്കാൻ തോന്നും. കാരണം ഫുൾ വൈറ്റിൻ്റെ ഇടയിൽ റെയിൽവേ ട്രാക്ക് മാത്രം ബ്ലാക്ക് ആയിട്ട് കിടക്കണം. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി.
തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആലു പൊറോട്ട പറഞ്ഞു. ആലു പൊറോട്ടയും ചായയും, നല്ല ആവി പറക്കുന്ന ചായയും ആലു പൊറോട്ടയും, നൈസ് കോമ്പായിരുന്നു. അവിടെ നിന്ന് മാറിയതോടെ ഈ മഞ്ഞ് അത്ര അങ്ങോട്ട് മാറി ഒരു സാധാ പോലെ ആയി. തൊട്ടടുത്തുനിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്തു. നമുക്ക് അവിടെ നിന്ന് 83 രൂപ 31 പൈസയായിരുന്നു 1 ലിറ്റർ ഡീസലിന്. ഡീസൽ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് നമ്മുടെ ശ്രീനഗർ ലക്ഷ്യമാക്കിയായിരുന്നു നമ്മുടെ അടുത്ത യാത്ര. അവിടെ ചെന്നിട്ട് ഹൗസ് ബോട്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ അവിടെ ഈ നമ്മളിവിടെ വന്നതോടെ തന്നെ മിലിറ്ററിയുടെ ഭയങ്കര സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലായിടത്തും. നമ്മുടെ വണ്ടി കണ്ടിട്ട് ടാറ്റാ സുമോയിലിരിക്കുന്ന ആൾക്കാർ വീഡിയോ എടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ഒരു ഭാഗമാണ് ഞാൻ ലാസ്റ്റ് വന്നപ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്ന ഭാഗങ്ങൾ. നമ്മുടെ ഡാൽ ലേക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം വലിയ ചേഞ്ചൊന്നുമില്ല. നമ്മൾ 2016 വന്ന് കണ്ട ഏകദേശം ആ ഒരു വ്യൂ ഒക്കെ തന്നെ. ഡാൽ ലേക്ക് എത്തുമ്പോഴേക്കും നമ്മളെല്ലാവരും ആ ഒരു നമ്മുടെ ആ ഒരു പാട്ടുണ്ടല്ലോ, ജുദാസ്യ മന്നത്ത് മേരി, ആ ഒരു പാട്ടും അതൊക്കെ ഓർത്ത് നമ്മളെന്തായാലും ഒരു ഹൗസ് ബോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹമാണ് നമുക്കൊരു ഹൗസ് ബോട്ട്. ഇപ്പോൾ അയാൾ അവിടുത്തെ ബ്രോക്കറാണ്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഹൗസ് ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് അയാളുടെ ശിക്കാരയിലാണ് നമ്മൾ പോകുന്നത്. ഞാനും അമലും കൂടിയാണ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഈ ശിക്കാരയിൽ കയറി ഹൗസ് ബോട്ട് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ये पूरा कमरा वार्म कर देता है. आप आइए. रूम में भी फायर पॉट है? नहीं, वहाँ पे हमारे पावर ब्लैंकेट लगा ओके ओके. एंड वहाँ पे हम प्रोवाइड कर सकते हैं. पावर ब्लैंकेट है और वहाँ पे वो वाटर बोतल वगैरह हम दे सकते हैं. यहाँ पे आप बुखारी लगा सकते हैं. पूरा रात भर आप घर में रहेंगे. थैंक यू. आइए. ये शाइनिंग है. हाँ. यहाँ ब्रेकफास्ट डिनर करते हैं. How many person are there? Our friend, you can ask the rate. Otherwise, we are giving the level 5,000 we are charged for 1 rupees. We only double for the double sharing. But if I take a trouble sharing, that was going extra charge. But they have told you already rate. I cannot share you the more. That's the problem. Really, this time we had to get यहाँ पे हमारा ये खर्चा भी बहुत है. वो पानी so that will be had to go more. But they have told you already, so we cannot say you that the more you can pay for that. And आपका खाना होगा. खाना में आपको यार वेज और नॉन वेज. You will get everything. And we can get the best food you remember all your life. We can get something fun in the houseboat. Yeah. You can get it in evening in we can give you one non-veg. ഇയാൾ നമുക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തു. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ? ഭയങ്കര ടേസ്റ്റി ഫുഡായിരിക്കും. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണം തരും എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭയങ്കര സർവീസൊക്കെ നമുക്ക് ഓഫർ ചെയ്തു. അത് കേട്ട് നമ്മളെന്തായാലും നമ്മുടെ കൂടെ വന്ന ഇയാളെയും വിശ്വസിച്ച് നമ്മൾ ലഗേജെല്ലാം ഇറക്കി ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി. കാറ് പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ അത്യാവശ്യം ലഗേജെല്ലാം കയറ്റി അപ്പുറത്തേക്ക് പോകാനായിട്ട് ശിക്കാര വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. നമ്മൾ ഇയാൾ പറഞ്ഞ പോലെ ഇയാൾ പറഞ്ഞ ഫുൾ പേയ്മെൻറ്റും സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ ഫുൾ എമൗണ്ടും പേ ചെയ്തു, ഇൻക്ലൂഡിങ് ഫുഡ്. ഇയാൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹോട്ട് പോട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അവസാനം അത് മാറി 1 മണിക്കൂർ അത് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യണമെങ്കിൽ അഡീഷണൽ പേ ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മളത് പേ ചെയ്തു. കാരണം അത്ര തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്തത്രയും തണുപ്പായിരുന്നു. പറഞ്ഞ ഇയാൾ ഫുഡ് വന്നു. ഫുഡ് ഒന്നും പറയാനില്ല. ഇയാൾ പറഞ്ഞ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. വളരെ മോശം ഫുഡായിരുന്നു. നമുക്കത് കഴിക്കാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇയാൾ എവിടെ നിന്നോ ഏതോ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വന്ന ഫുഡായിരുന്നു. എന്തായാലും ഓക്കെ, ഫുഡും നമ്മൾ അത് ഇയാൾ പറഞ്ഞ പോലെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. അത് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ 5 പേർക്ക് കഴിക്കാനുള്ള അത്ര റൈസ് പോലും അതിലുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ തീരുന്നൊരു അവസ്ഥയിലായിരുന്നു. അതും പിന്നെ ഞാൻ റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അയാൾ എവിടെ നിന്നോ റൈസ് അറേഞ്ച് ചെയ്തു തന്നു. നമ്മൾ കഴിച്ചു. ഈ ഇദ്ദേഹടക്ക് വരുമായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തൻ കുറച്ച് ബ്ലാങ്കറ്റും സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട്, അത് ഇയാളുടെ അറിവോടുകൂടി തന്നെ വന്നതാണ് അയാൾ. അപ്പോൾ ഓക്കെ, അതൊക്കെ നമ്മുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമുക്കതൊന്നും വിഷയമില്ല. നമ്മളത് അയാളുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു. കുറച്ച് ബ്ലാങ്കറ്റും ഈ ഷോളൊക്കെ മേടിച്ചായിരുന്നു.
അതെല്ലാം മേടിച്ച് ഭക്ഷണത്തിൻ്റെ ഇതിൽ തന്നെ നമ്മൾ നിന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞ ക്വാളിറ്റി ഒന്നും ഫുഡിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇയാൾ രാത്രിയായപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമോ ബോട്ടിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇയാളെ വിളിക്കാൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, വൈഫൈ ഫുൾ കട്ടായി. നമ്മൾക്ക് അവിടുത്തെ നമ്മുടെ സിം അവിടെ വർക്ക് ആവില്ലല്ലോ, ഈ കാശ്മീരും അവിടെയൊക്കെ നമ്മുടെ സിമ്മ് ഫങ്ഷൻ ആവില്ല. എന്തോ ആവട്ടെ, അതിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലാതെ. പിന്നെ വഴക്കിട്ടില്ല. നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഷിക്കര റൈഡിന് പോയി, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാനും അതൊക്കെ ആയിട്ട് ഒരു 1 hour ബോട്ട് റൈഡാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേറൊരാൾ ഇയാളെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം മൊത്തം കമ്മീഷൻ മേടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതൊന്നും നമുക്ക് വിഷയമില്ല, അവരവരുടെ ബിസിനസ് ചെയ്യുന്നു. പക്ഷെ ബിസിനസ് ചെയ്യുന്നതിൽ അവർക്കൊരു എത്തിക്സ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഹൗസ് ബോട്ടുകളുടെ ഇതെടുക്കുക. അതുപോലെ പേയ്മെൻറ്റ് ഫുൾ ആദ്യം തന്നെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ട്രാപ്ഡ് ആയത്, പിന്നെ നമുക്ക് അറിയാൻ പാടാത്തൊരു സ്ഥലത്ത് കിടന്ന് നമ്മൾ പിന്നെ തല്ലി പിടിക്കേണ്ട ഒരവസ്ഥ വരും, വഴക്കുണ്ടാക്കേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. എന്തായാലും ഈ ഷിക്കാരയും ആ ഒരു ഡാൽ ലേക്കിൻ്റെ ഭംഗിയും അതെല്ലാം ആസ്വദിച്ച് നമ്മൾ പോയ കാര്യങ്ങളെല്ലാം എന്തോ ആവട്ടെ എന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ പോകുന്ന ഈ ഷിക്കാര റൈഡിന് പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒപ്പം പല ബോട്ടുകളും വന്നിട്ട് അവർ ഓരോ സാധനങ്ങൾ നമുക്ക് വിൽക്കാനൊക്കെ ശ്രമിക്കും. ആൻറ്റിക് സാധനങ്ങൾ, അതുപോലെ ഫ്രൂട്ട് സാലഡ്, എന്ത് സാധനങ്ങളും അവർ നമ്മളൊരുപാട് ഫോഴ്സ് ചെയ്യും. പക്ഷേ നമ്മളെപ്പോഴും അതൊന്ന് എല്ലാം ശ്രദ്ധിച്ചിട്ട് മേടിക്കണം, അത്രേ ഉള്ളൂ. സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ കാണുന്ന ആ ഒരു ചെറിയ തട്ടിപ്പ് പരിപാടിയൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ 2016 ആ സമയത്ത് പോയപ്പോൾ ഇത്രയും കൂടി ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഈ നമ്മുടെ ഹൗസ് ബോട്ടുകാരൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു ഇൻസിഡൻറ്റ് കാരണമായിരിക്കും നമുക്കതിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് മോർണിംഗ് രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഇയാളുകളുടെ ഏർലി മോർണിംഗ് പോകേണ്ടതാണ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ കറണ്ടില്ല, വെള്ളമില്ല, ഹോട്ട് വാട്ടർ ഇല്ല. ബെഡ് അയാൾ പറഞ്ഞിരുന്നത് ഇലക്ട്രിക് ബെഡാണ്, അത് പവേർഡാണ്, നിങ്ങൾക്ക് തണുപ്പുണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അയാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് മോർണിംഗ് രാവിലെ തന്നെ പോരാനുള്ളൊരു പരിപാടിയിലായിരുന്നു. ഇത് ഒത്തിരി സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഇതാണ് ഷിക്കാര റൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയുള്ള ഇവരുടെ ഡീറ്റെയിൽ ഷിക്കാര റൈഡ് ഉണ്ട്. നമുക്ക് ഒരു 10-20 മിനിറ്റിൽ കൂടുതലൊന്നും ഒരു ബോട്ടിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും സമയത്ത് ഒരു റൈഡ് എടുത്തില്ല. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. വീഡിയോസ് ഞാൻ അമലിനെ ക്യാമറ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റിൽ ക്യാമറയിൽ ഫോട്ടോ എടുത്തു. അപ്പോഴാണ് ഒരു ചായയും കൊണ്ട് ഒരാൾ വന്നത്. അവർക്ക് ഒരുപാട് വെറൈറ്റി ചായകളുണ്ടായിരുന്നു. അതിൽ നമ്മളും മറ്റേ കുങ്കുമപ്പൂട്ട ചായയൊക്കെ കുടിച്ചു. വലിയ വ്യത്യാസമൊന്നുമില്ല, ഭയങ്കര ഷുഗറൊക്കെ ആയിട്ടുള്ള ഒരു ചായയായിരുന്നു. എന്തായാലും അതും കുടിച്ച് നമ്മൾ വീണ്ടും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ച് നമ്മുടെ ബോട്ടിൻ്റെ ഓപ്പോസിറ്റ് അവിടെ പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ അങ്ങോട്ട് തിരിച്ച് പോകാൻ നമ്മൾ ഏകദേശം ഒരു 1 hour കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോയി. അപ്പോഴത്തേക്കും സൂര്യനൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ് കുറച്ച് കുറഞ്ഞ് സൺസെറ്റിൻ്റെ ഒരു സമയത്തേക്കായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ബോട്ടിങ്ങിൻ്റെ അവിടെ പോണ വശത്ത് ഞാനും പോയി. അവിടെ അത് അത്ര സേഫായിട്ടുള്ളൊരു സ്ഥലമല്ല. ഞാൻ പിന്നെ ഈ ക്യാമറ ഞാനും കൂടി വെള്ളത്തിൽ മറിഞ്ഞ് വീണാൽ ക്യാമറയും പോവും, ഭയങ്കര തണുപ്പുമാണ്. പക്ഷേ ആ ഒരു ലൊക്കേഷൻ എന്നെ ഭയങ്കര അട്രാക്റ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിരുന്ന കുറേ ഫോട്ടോസ് എടുത്തു. കുറേ നേരം, ഏകദേശം ഞാനൊരു 1 hour ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയോടുകൂടി അവിടുത്തെ ഒരു മെയിൻ സ്യൂട്ട്, അതായത് ഈ ഇവിടുത്തെ ഒരു മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ് ഉണ്ട്. അത് ഇവിടെ മാത്രം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയി, എല്ലാം മേടിക്കുകയും ചെയ്തു. അത്യാവശ്യം റേറ്റ് ഉണ്ട് അതിന്. ഒരു 1300 രൂപയാണ് ഒരു ബോക്സിന്. നമ്മളെല്ലാവരും ഓരോ 1-2 ബോക്സൊക്കെ വെച്ച് മേടിച്ചായിരുന്നു. ഈ ഇത്രയും ദൂരം പിന്നെ വരുമ്പോൾ ഇത് ഡാമേജ് ആയി പോകുമെന്നുള്ളൊരു പേടി കാരണം നമ്മളധികം മേടിച്ചില്ല. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ രാത്രി ഹൗസ് ബോട്ടിട്ട് തന്നെ പോയി. അപ്പോഴും അവിടുത്തെ കടകളും വഴിയോര കച്ചവടങ്ങളൊക്കെ സജീവമായിരുന്നു. എല്ലാ ഹൗസ് ബോട്ടുകളിലും ദൂരെ ലൈറ്റുകൾ കാണാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി സോൺമാർഗൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സാരിയും ഇതൊക്കെ മേടിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോകൾ ഇനി പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. സ്റ്റേ വാച്ച്. താങ്ക് യു.